നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രമില്ലേ, ലോകത്തിലെ ഏറ്റവും വലിയ മുതൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന ആ സ്ഥലം. അവിടെയുള്ള നിലവറ തുറന്നപ്പോ കണ്ട കാഴ്ചയുണ്ടല്ലോ, ആമാതിരി ഐറ്റംസ് ആയിരുന്നു. സ്വർണ്ണാഭരണങ്ങളും വൈരക്കല്ലും ഒക്കെ പോട്ടെ, അവിടെ ദേ കിടക്കുന്നു ആയിരക്കണക്കിന് റോമൻ സ്വർണ്ണ നാണയങ്ങള്. ഈ സാധനം എങ്ങനെ ഇവിടെ എത്തിയെന്നാണോ ആലോചിക്കണേ? പറയാൻ കേട്ടോ. സംഗതി സിമ്പിളാണ്. പണ്ട് കാലത്ത് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ലോകത്തിന്റെ കുരുമുളക് പാത്രമായിരുന്നു. ഈ റോമക്കാർക്ക് നമ്മുടെ കുരുമുളകിനോട്, അതായത് കറുത്ത പൊന്നിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അവന്മാര് കപ്പൽ പിടിച്ചു വന്ന് ഇവിടെ ഇറങ്ങും. എന്നിട്ട് നമ്മുടെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്ന് കുരുമുളകും ചുക്കും ഏലക്കായും ഒക്കെ വാങ്ങി പകരം കൊടുക്കുന്നത് നല്ല തങ്കം പോലത്തെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു. അല്ലാതെ ഇന്നത്തെ പോലെ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. അങ്ങനെ വർഷങ്ങളോട് നടന്ന കച്ചവടത്തിലൂടെ വന്ന റോമൻ നാണയങ്ങളാണ്. ഇനി ഇതൊക്കെ എങ്ങനെ ക്ഷേത്രത്തിൽ എത്തിയെന്നല്ലേ? പണ്ട് തിരുവിതാംകൂർ രാജാക്കന്മാര് ഈ നാടിന്റെ ഐശ്വര്യവും ലാഭവും ഒക്കെ ഭഗവാന്റെ ചരണങ്ങളിൽ സമർപ്പിക്കുമായിരുന്നു. കച്ചവടക്കാർ കൊടുക്കുന്ന നികുതിയും കാണിക്കയും ഒക്കെ ഇങ്ങനെ നിലവറയിൽ ഭദ്രമായി സൂക്ഷിച്ചു. വർഷങ്ങളോളം ആരും തൊടാതെ ആരും അറിയാതെ ഈ നിധി അവിടെ കിടന്നു. ശരിക്കും പറഞ്ഞ ഒരു വമ്പൻ സേവിങ്സ് അക്കൗണ്ട് പോലെ. റോമൻ ചക്രവർത്തിമാരുടെ മുഖമുള്ള ആ നാണയങ്ങൾ ഇന്നും തിളങ്ങുന്നു കണ്ടാൽ അമ്പരന്ന് പോകും. അപ്പോ സുഹൃത്തുക്കളെ, ഇതാണ് കഥ. നമ്മുടെ നാടിന്റെ പാരമ്പര്യം വെറുതെ പറയുന്നതല്ല, തെളിവ് ദേ ആ നിലവറയിലുണ്ട്. വമ്പന്മാര് വന്നുപോയ ചരിത്രമാണിത്. അപ്പോ ഈ ഇൻഫോർമേഷൻ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോ ശരി എന്നാ.